Yeah. Przegrał. Czemu? Bo pękło. A mi nie, to wygrałeś. To nie, to ty wygrałaś. Pięknie. Oh no. ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഈസ്റ്റർ വിഷസ്. ഇത് ഇച്ചിരി ലേറ്റായിട്ടുള്ള ഈസ്റ്റർ വ്ളോഗാണ്. പക്ഷേ ഞാൻ കരുതി ഞാൻ പാവലിൻ്റെ ഫാമിലി ആയിട്ട് ഈസ്റ്റർ ആഘോഷിച്ചതും അവരുടെ കൂടെ കുറച്ച് ഡേയ്സ് സ്പെൻഡ് ചെയ്തതും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. Znowu przegrał. Nie, zły rok. W zeszłym roku szło lepiej. It is broken. Oh no. They have years of it. What's the story behind it? No, sorry. You win and you're happy. Who wins? There's one who is Not broken. not broken leg. അതെ, അപ്പോൾ നമ്മളുടെ വാലൻസിയ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോളണ്ടിലേക്കാണ് പോയത്. ക്രിസ്മസ് എൻ്റെ വീട്ടിലും ഈസ്റ്റർ പാവലിൻ്റെ വീട്ടിലുമാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ്. ഈസ്റ്റർ നോർമലി അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാവൽ കാത്തലിക്കാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ മുട്ട പൊട്ടിക്കൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയി കുർബാന കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഉച്ചയായപ്പോഴത്തേക്കിനും ഗ്രാൻഡ് മദറിൻ്റെ അടുത്തായിരുന്നു നമ്മളുടെ ഈസ്റ്റർ ആഘോഷം. അവിടെ പാവലിൻ്റെ കസിൻസും ബ്രദറും സിസ്റ്ററും അവരുടെ ഫാമിലിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. ആയിരിക്കുന്ന കേട്ടോ പാവലിൻ്റെ അമ്മയുടെ അമ്മ. നല്ല പ്രായമുണ്ട്, പക്ഷേ ആൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. എല്ലാവരും തൊട്ടടുത്തടുത്താണ് കേട്ടോ, പക്ഷേ പുള്ളിക്കാരി ഭയങ്കര ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഷീ ലിവ്സ് എലോൺ. പക്ഷേ നമ്മൾ വീട്ടുകാരെല്ലാവരും പോയി സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, എവറി ഡേ നോക്കും. പക്ഷെ എന്നാലും അവർ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആൻഡ് അവിടെ എല്ലാവരും കൂടി ആ ടേബിൾ നിറച്ച് ആദ്യം കേക്ക്, പിന്നെ സ്റ്റാർട്ടേഴ്സ്, പിന്നെ മെയിൻ, എപ്പോഴും ആ ടേബിൾ നിറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അധികമൊന്നും എടുക്കാണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഈസ്റ്റർ മൺഡേ, ഹോളിഡേ ആണ് യൂറോപ്പിൽ ഈസ്റ്റർ മൺഡേ. പക്ഷേ അന്ന് മോമിൻ്റെ, അതായത് പാവലിൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവലിൻ്റെ സിസ്റ്ററാണ് ആയിരിക്കുന്നത് ആല, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, പിന്നെ പാവലിൻ്റെ ബ്രദറിൻ്റെ വൈഫ്, ഇതാണ് കാശ, പാവലിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. ലവ്ലി പേഴ്സൺ. ഞങ്ങളെല്ലാവരും കൂടി അന്ന് വൈകുന്നേരം നമ്മളുടെ വീട്ടിൽ കൂടി. പാവലിൻ്റെ ബ്രദർ പാവലിൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലാണ് താമസിക്കുന്നത്, അപ്പാർട്ട്മെൻറ്റിൻ്റെ. സിസ്റ്റർ തൊട്ടടുത്ത്, എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ എഗെയിൻ നല്ലപോലെ ചില്ല് ചെയ്ത് പിന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പാവലിൻ്റെ ബ്രദറിൻ്റെ 2 മക്കളുണ്ട്, യൂലിയ ആൻഡ് മിഹാവ്. അവരുമായിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി. ഭയങ്കര സ്വീറ്റ് പിള്ളേരാട്ടോ, 16-17 വയസ്സൊക്കെയുള്ള പിള്ളേരാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർബക്സിൽ കയറി കുറച്ചൊന്ന് ചില്ല് ചെയ്തു. പിന്നെ കുറച്ച് ഓടി നടന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാനും അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഷോപ്പിംഗ് ചെയ്യും. പക്ഷേ ദിസ് ടൈം ലഗേജ് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. Zadzwonił, że już był pojedzony, kawa wypito. പാവല്, ഞാനും പാവലിൻ്റെ പപ്പയുടെ മമ്മിയുടെയും കൂടിയാണ് അവിടെ ചെല്ലുമ്പോൾ താമസിക്കുന്നത്. എന്താ പറയുക, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരാണ് അവർ രണ്ടുപേരും. ഭയങ്കര സ്വീറ്റും, എന്താ പറയുക, എന്നെ പ്രിൻസസിനെ പോലെ കാണുന്ന ഒരു അപ്പനും അമ്മയും. അതായത് എൻ്റെ അപ്പനും അമ്മയും എന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ, അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട്. കാര്യം ഞാൻ മോൻ്റെ പെണ്ണായതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക്
ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പോവാറുണ്ട് കേട്ടോ പോളണ്ടിൽ. എപ്പോഴും എന്ന് വെച്ചാൽ വർഷത്തിലൊരു 3 പ്രാവശ്യം എങ്കിലും പോകാൻ നോക്കും. എനിക്ക് വീക്കെൻഡ്സൊക്കെ പറ്റാറുള്ളൂ, എന്നാലും ഞാൻ പോകും. ഈസ്റ്ററിന് കഴിഞ്ഞ തവണയും ഞാൻ ഇതുപോലെ ഒരാഴ്ച പോയി നിന്നായിരുന്നു. ഇവിടെ ഇപ്രാവശ്യം സമ്മർ കുറച്ച് ഏർലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്ററിന് ഇത്രയും നമ്മൾക്ക് പ്രകൃതി രമണീയമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് പോളണ്ടിൻ്റെ വേറൊരു വേഷമാണ് ഞാൻ ഇപ്രാവശ്യം കണ്ടത്. അങ്ങനെ ഞങ്ങൾ പോയ ഒരു കേബിൾ കാറിൻ്റെ ഒരു ഭാഗം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോയി. അവിടെ പോണതിന് മുമ്പ് ഞങ്ങൾ ഇടയിലൊന്ന് നിർത്തി ഒരു കാപ്പി കുടിക്കാമെന്ന് കരുതി. പവലിൻ്റെ അപ്പനും അമ്മയും ഹൈക്കിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാട്ടോ. പക്ഷേ പവലിൻ്റെ പപ്പയ്ക്ക് ഒരു 2 years ബാക്ക് നമ്മളെ വിസിറ്റ് ചെയ്യാൻ സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോഴത്തേക്കിനും ഹാർട്ടിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ആൾക്ക് സ്വിറ്റ്സർലൻഡിൽ വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആൾ ഭയങ്കര ആക്റ്റീവാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ആൾ മാക്സിമം ചെയ്യും. ഹൈക്ക് ചെയ്തപ്പോഴും നമ്മൾ ഒന്ന് പേടിച്ചെങ്കിലും ഹീസ് ലൈക്ക് ഇല്ല, ഞാൻ അതിൻ്റെ അറ്റം വരെ എത്തും. ആൾ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ ഇതുപോലെ കുറച്ച് ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കുറച്ച് നമ്മളല്ലെങ്കിലും ഒന്ന് സൂക്ഷിക്കും. പിന്നെ ഈ പറയുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പവലിൻ്റെ അപ്പനും അമ്മയും പണ്ട് ഒരു 50-55 വയസ്സ് വരെയൊക്കെ ഒറ്റയ്ക്ക് വന്ന് ഹൈക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഈ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ആക്ച്വലി. പോളണ്ടിൽ അത്ര ഭയങ്കര ചീപ്പൊന്നും അല്ല കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ട് ഉള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അവർ പഴയ കാര്യങ്ങൾ അതുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. പവലിൻ്റെ അമ്മ കാണിച്ചു തരുമായിരുന്നു അവിടുത്തെ സ്റ്റോറേജ് ഫെസിലിറ്റി, അന്ന് തുണികളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന പെട്ടി, പിന്നെ മതിലൊക്കെ ആണെങ്കിലും വുഡും പിന്നെ അതിൻ്റെ ഇടയിൽ കയറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന മതിലൊക്കെയാണ് കേട്ടോ. വുഡിൻ്റെ ആ ഒരു ഏരിയ മുഴുവൻ. പിന്നെ ഈ കാണുന്നത് കണ്ടത് കയറാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അന്നത്തെ കൺസ്ട്രക്ഷൻ. കുറച്ച് റിനോവേറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അവർ ആ ഒരു ബിൽഡിങ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പവലിൻ്റെ അമ്മ അതൊക്കെ എന്നെ കാണിച്ചു തന്ന് ഞാൻ പവലിൻ്റെ അമ്മയും അപ്പനെയൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഹൈക്കിങ്ങിൽ ഞാൻ കണ്ടായിരുന്നു. അവർക്കിതൊക്കെ ഭയങ്കര കാര്യമായതുകൊണ്ട് തന്നെ ഭയങ്കര സ്വീറ്റ് പീപ്പിളാണ്. അതായത് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് അവർ. പവലിനെ എന്തോരം അവർ സ്നേഹിക്കുന്നോ അതിലും ഒത്തിരി കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെ വേണം എനിക്ക് പറയാൻ. അങ്ങനെ അവരോട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമും ബേർഡൻ അല്ല. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇന്നിപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഞാൻ നേരത്തെ പോന്നു. എനിക്ക് ശനിയും ഞായറും ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ടിക്കറ്റ് എടുത്തിരുന്നത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ടിക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ 2 ദിവസം മുമ്പുള്ള വേറൊരു ടിക്കറ്റ് എടുത്തു. കാര്യം ഈ ടിക്കറ്റ് ഞങ്ങൾ ഒത്തിരി നാൾ മുമ്പ് എടുത്തതായിരുന്നു. പക്ഷേ എൻ്റെ ഡാൻസ് പഠിപ്പീരൊന്നും തീർന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറെ എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോന്നു. പാവൽ അവിടെ തന്നെയാണ്. ഞാനും അമ്മയും അപ്പയും ഭയങ്കര കമ്പനിയാണ്. പക്ഷേ അമ്മ ഭയങ്കര സ്വീറ്റാണ്. എൻ്റെ എല്ലാ കോമാളിത്തരത്തിനും പാവം കൂടെ നിൽക്കട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ കേബിൾ കാറിൽ കയറി. എനിക്ക് സ്വിറ്റ്സർലൻഡിലും ഞാൻ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടുണ്ടാവുമല്ലോ അല്ലേ. പക്ഷേ ഇത് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാറായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്യുമായിരുന്നു. സ്പീഡില്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഹൈറ്റും സ്പീഡും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് പേടിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്, ഹാവ് ടു സേ. കാര്യം മൂത്ത മോളാണ്, എല്ലാ കസിൻസിൻ്റെയും മൂത്തതാണ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ കുറേ ഞാൻ തന്നെ സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര അവിടെ ഒരു ഭയങ്കര സാധനമാണ്. പക്ഷേ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവിടെ എനിക്കൊരു സീരിയസ് മോഡാണ്. പക്ഷേ ഇവരുടെ കൂടെയാണ് എൻ്റെ എല്ലാ കുഞ്ഞിത്തരങ്ങളും പുറത്തേക്ക് വന്നത്. ഞാൻ ഇവരുടെ അടുത്തൊരു ബേബിയാണ്. എന്നെ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരൻസൊക്കെ ഇവരുടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും റോസിന് ഇതെന്ത് പറ്റി. ബിക്കോസ് ഞാൻ അവരുടെ അടുത്ത് വേറെ എനിക്കറിയില്ല, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ വിത്ത് ദെം. അങ്ങനെ ഞങ്ങൾ ആ കേബിൾ കാറ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മുകളിലേക്ക് നടന്നു. ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി തിരിച്ചു പോരാന്നൊക്കെ ഞാൻ പവലിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും നോ, പപ്പയ്ക്ക് അത് മുഴുവൻ തന്നെ കയറണം. മമ്മി ചാടി ഓടി കയറുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെത്തി. അവിടെ നിന്ന് തിരിച്ച്
നമ്മൾ ഇറങ്ങി. ആൻഡ് ദ നെക്സ്റ്റ് ഡേ, ബിക്കോസ് പിന്നെ വീട്ടിൽ വന്ന് ചില്ല് ചെയ്ത് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ പാവലിൻ്റെ പപ്പ ഭയങ്കര അടിപൊളിയായിട്ട് ഫിഷ് ചെയ്യലും ഹൈക്ക് ചെയ്യലും ആൾ ഭയങ്കര ആക്റ്റീവാണ് ആക്ച്വലി. ഇപ്പോഴും സ്പോർട്സ് സൈക്കിളൊക്കെ ഓടിച്ച് എല്ലായിടത്തും കറങ്ങി നടക്കാനൊക്കെ ആൾക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര പെയിനൊക്കെ എത്ര വേണമെങ്കിലും എടുക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. അപ്പം നമുക്ക് പാവലിൻ്റെ പോലെ തന്നെ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല എന്തോരം. ഞാനൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്കൊന്നും അവരുടെ സ്ട്രെങ്ത്ത് മനസ്സിലാവില്ല. പാവലും പപ്പയും സെയിം ആണ്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഫോറസ്റ്റിൽ മീൻ പിടിക്കാനായിട്ട് പോയി. മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അത് എൻ്റെ അടുത്ത് പാവലിൻ്റെ പപ്പ പറഞ്ഞതാണ്, 10 പോക്കിന് 5 മീനെ ചിലപ്പോൾ കിട്ടാം. പക്ഷേ പാവലിൻ്റെ പപ്പയൊക്കെ ഇവിടെ വന്ന് പാവലിൻ്റെ പപ്പയുടെ ബ്രദറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് രാത്രി ഒക്കെ കിടന്ന് മീനൊക്കെ പിടിച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് അങ്ങനെ ചില്ല് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഒരു ഫോറസ്റ്റ്. ലൈക്ക് ക്രേസി മൃഗങ്ങളൊക്കെ ഉള്ള ഫോറസ്റ്റ് ഒന്നല്ല. പക്ഷേ ഇവിടെ മീനൊക്കെ ഗവൺമെൻറ് കൊണ്ടിടും. പാവലിൻ്റെ പപ്പയ്ക്ക് അതിൻ്റെ ലൈസൻസ് ഉണ്ട് കേട്ടോ ഇവിടെ മീൻ പിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് വേണം യൂറോപ്പിൽ മീൻ പിടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കിനും പാവലിൻ്റെ പപ്പ പറഞ്ഞു, യെസ് ദിസ് ഇസ് എ പ്ലേസ്. എന്നെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചു തരാനായിരുന്നു. പാവലിൻ്റെ പപ്പ ഞങ്ങൾക്ക് ഇവിടെ ഫിഷ് ചെയ്യാനുള്ള ഫിഷിംഗ് റോഡൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആളുടെ കയ്യിൽ എന്തോരം എക്യുപ്മെൻറ്റ്സാണെന്നറിയോ. ആള് അതൊക്കെ കാണിച്ചു തന്നു. എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ സ്വിറ്റ്സർലൻഡിലൊന്ന് വിസിറ്റിന് വന്നപ്പോഴും അയ്യോ ഫിഷിങ്ങിന് ഇനി പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്കതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ആൻഡ് പുള്ളിക്ക് എന്നെ കാണിച്ചു തരാനും എന്നെ അത് പാമ്പർ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് പുള്ളി അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എല്ലാം നമ്മൾ ചെയ്തത് കേട്ടോ. അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബിക്കോസ് ഭയങ്കര വെയിലില്ല ആൻഡ് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ഒരു നല്ല മോർണിംഗ് ടിൽ ആഫ്റ്റർനൂൺ ആയിരുന്നു ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഞങ്ങളിവിടെ സ്യൂറിഹിൽ ഈ ഫിഷ് റോഡുമായിട്ട് പോയി മീൻ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൈ പിടിച്ചുകൊണ്ട് നിൽക്കും. പക്ഷെ പുള്ളിയുടെ പപ്പയുടെ കയ്യിൽ ഇതുപോലെ സ്റ്റിക്കുകളുണ്ട്. അപ്പം നമ്മൾ മീനിനുള്ള സാധനങ്ങൾ റോഡൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുത്തിവെക്കാനുള്ള സാധനമാണത്. നല്ല കുറച്ച് സമയം നല്ല കുറച്ച് മനുഷ്യന്മാർ നമ്മുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആ ഒരു ലൈഫിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ഇങ്ങനത്തെ ബ്രേക്സ് നല്ലതാണല്ലേ. നമ്മളുടെ ലൈഫിലൊക്കെ ഓരോ ദിവസവും കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടണം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം ഒരിത്തിരി അൺപ്രൊഡക്റ്റീവ് ആയാൽ അപ്പം നമ്മൾ തിങ്ക് ചെയ്യും, അയ്യോ ഇന്നൊന്നും ചെയ്തില്ലല്ലോ, എന്തിന്. സ്ലോ ലൈഫ് ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇപ്പം ഞാനതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. എനിക്ക് തോന്നണേ ജീവിതത്തിൽ നല്ല മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിനും, അതായത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ ലൈഫിൽ നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ലൈഫൊക്കെ എനിക്ക് പുതിയ എക്സ്പീരിയൻസാണ്. അതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ലൈഫിൻ്റെ വേറൊരു മോഡാണ് ഇപ്പം എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ദിസ് റിഫ്രഷ്ഡ് മീ. കുറച്ച് എനർജി കൂടുതൽ കിട്ടി അടുത്ത ബാറ്റിൽ ഫൈറ്റ് ചെയ്യാനായിട്ട്. തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് ഞാൻ എത്തി. പക്ഷേ ഇപ്പം ഞാൻ വേറെ നല്ലൊരു ഫ്രഷ് മൈൻഡ് സെറ്റിലാണ് വന്നിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനത്തെ കുറച്ച് ബ്രേക്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും നല്ലതാട്ടോ. ആൻഡ് ഐ ആം റിയലൈസിങ് ഇറ്റ്. ഈ ഒരു പ്രായത്തിലാണ് നല്ലപോലെ എൻജോയ് ചെയ്യാം. Wsadzić kukurydzę do koszyka Sawa. A, dobrze. To ja założę na hak, żeby sobie nie zrobiła hała. Chcesz? Cześć. Cześć. O. 1, 2, 3. Graj. Ojeju. Jak ty zakładasz, że ci spada? Dobrze. No jako tako w porządku. Jest so. No, kurde. Kończyć.
Trzeba obchać czy nie? Można. You can press a little bit. A nie fest, nie fest. Okay, that's enough. No. Oh, that you have to do. I am not good. O. Aj, tej rączki nie przyczepię. No, I need to let go. Puść. Oh, it's okay. No, all good. It went. Dobrze, dobrze. ആ ഒരു ചെറിയൊരു കുളത്തിൻ്റെ സൈഡിൽ ഒരു കൊട്ട പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതിനകത്തും സ്വീറ്റ് കോൺ ആണ് പുള്ളി ഇട്ടത്. അപ്പം ഞാൻ കരുതി ഇത് എന്തിനാ ഇടുന്നതെന്ന് കരുതി. പക്ഷേ എത്ര വലിയ ബീൻ വന്ന് വായ ഒളിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മൾ ഈ ചൂണ്ടയുടെ കൂടെ എറിയുമ്പം ആ കൊട്ടയിൽ നിന്ന് കുറേ ഫുഡ് തെറിക്കുമല്ലോ. അപ്പം തെറിക്കുകയും ചെയ്യും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കുകയും ചെയ്യും. മീൻ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ട് മീൻ കഴിക്കും. പിന്നെ അത് ഇതുപോലെ പുള്ളി ഇടയ്ക്ക് കുറച്ച് കോൺ എടുത്തിട്ട് ഇങ്ങനെ എറിയുന്നുണ്ടായിരുന്നു ആ സാധനം വെച്ചിട്ട്. എനിക്ക് എൻ്റെ പേരറിയില്ല. അപ്പോൾ അവിടെയും മീൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഫിഷിംഗ് റോഡ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മീനുകൾ കുറേ മീനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. ഇത്ര വലിപ്പമുള്ള മീനെ പിടിക്കാൻ പറ്റുള്ളൂ. ഈവൻ ഈലാണെങ്കിൽ പോലും ഇത്ര സെൻറ്റിമീറ്റർ നീളം വേണം, അല്ലെങ്കിൽ അതിനെ തിരിച്ചയക്കണം. പിന്നെ ഈ ഇടയ്ക്ക് വന്നിട്ട് അവിടെ ഗവൺമെൻറ് വന്നിട്ട് മീനെ ഇട്ടിരുന്നു. അപ്പം ആൾക്കാർ വളരെ കുറവ് ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതാണ് പാവലിൻ്റെ പപ്പയുടെ ബ്രദർ. പുള്ളിയും ഇടയ്ക്ക് ഞങ്ങളെ വന്ന് കുറച്ച് നേരം വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചില്ല് ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എനിക്ക് ഉച്ചയ്ക്ക് ഒരു പെഡിക്യൂർ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഡിക്കൽ പെഡിക്യൂർ. അത് ചെയ്തതിന് ശേഷം ഞങ്ങളന്ന് വീട്ടിൽ പോയി കുറച്ച് നേരം ചില്ല് ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ പാവലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. തോമക്കും ലോറയും. തോമക്കിൻ്റെ ഗേളാണ് ലോറ. അപ്പോൾ അവർ താമസിക്കുന്നത് അവരുടെ പുതിയ വീടാണ്. തോമക്കിൻ്റെ പുതിയ വീടാണിത്. അപ്പം ഞങ്ങൾ വന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. അപ്പം ഞാൻ വന്ന് വിസിറ്റ് ചെയ്തു. തോമക്കിനെ നിങ്ങൾ ബാലി വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അവളുടെ ചെറുപ്പം തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവർ ഭയങ്കര ക്ലോസാണ്. ഇവർ ഒത്തിരി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിരുന്ന ആൾക്കാരാണ്. ഇപ്പം അധികം ഒന്നും നടക്കാറില്ല. ഇതാണ് ലോറ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോൾ. നല്ലൊരു വ്യക്തി. പുള്ളിക്കാരി ലണ്ടനിലായിരുന്നു. പുള്ളിക്കാരി ഇപ്പം പോളണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പുള്ളിക്കാരി ഞങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നമ്മൾക്ക് സ്വിറ്റ്സർലൻഡിൽ ഒരു തവണ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ഉള്ളപ്പോൾ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പം പുള്ളിക്കാരി ഭയങ്കര അടിപൊളി ഡാൻസറാണ് കേട്ടോ. സാൽസ, ബച്ചാത്ത, സൂക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു അടിപൊളി ഡാൻസർ. ക്രോസ്ഫിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന, ഭയങ്കര ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലോറ. ആൻഡ് എ സ്വീറ്റ് പേഴ്സൺ. ആൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാസ്തയുടെ ആ ഒരു സാധനം വെച്ചുണ്ടാക്കുന്ന ഒരു റിസോർട്ട് ടൈപ്പ് ഒരു ഡിഷാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ആൻ അമേസിങ് ഹൗസ്. No, it's not a house, it's an apartment. Amazing apartment, well maintained, അടിപൊളി ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് അസ്പരാഗസ് ആട്ടോ. ഇത് വേവിച്ച് ഗ്രൈൻഡ് ചെയ്ത് പുള്ളിക്കാരിയെ പാസ്തയിലേക്ക് ഒഴിച്ചിരുന്നു. എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്ത് വർത്തനമൊക്കെ പറഞ്ഞ് കുക്കിങ്ങിൻ്റെ കൂടെയൊക്കെ നിന്ന് ഞങ്ങൾ വൈൻ മേടിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവർ കുടി നിർത്തി. അങ്ങനെ ആ വൈൻ മൊത്തം ഞാൻ ഇരുന്ന് കുടിച്ച് തീർത്തു. ബിക്കോസ് പാവൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് പാവൽ കുടിച്ചുള്ളൂ. നമ്മൾ അന്ന് രാത്രി തന്നെ തിരിച്ചു പോയി. ബിക്കോസ് ഇത് എൻ്റെ ലാസ്റ്റ് ഈവനിങ് ഇൻ സ്വിറ്റ്സർലൻഡാണ്. പിറ്റേ ദിവസം ആണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ പോളണ്ട് വിശേഷങ്ങളൊക്കെ തീരാറായി. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു, ചില്ല് ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എപ്പോഴാണ് ഇനി അടുത്തത് നമ്മൾ മീറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു ഈവനിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് നേരം പാരൻസായിട്ട് സംസാരിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പാക്ക് ചെയ്ത്
ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു. പാവലിൻ്റെ പപ്പയും മമ്മിയും പാവലും കൂടിയാണ് ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എയർപോർട്ടിലേക്ക്. യാത്ര പറയൽ ഞാൻ എടുത്തില്ല. എപ്പോഴും ഇവിടെ താമസിക്കാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സങ്കടമൊക്കെ, ലൈക്ക് എൻ്റെ വീട്ടിൽ വരുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാവരും ഇത്രയും വീഡിയോസിനൊക്കെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.